വർഷം 1983 ബീഹാർ നിയമസഭയിൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നൊരു യുവതി വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. തൻ്റെ ജീവിതകാലം മുഴുവനും അവൾ ജീവിച്ചത് ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടാണ്. എന്നാൽ അവൾ മരിക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപ് മതം മാറി ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നു. അക്കാരണത്താൽ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിലാണ് അവളെ അടക്കം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പാറ്റ്നയിലെ ഏറ്റവും വലിയ 2 പത്രങ്ങളുടെ ഓഫീസിൽ കിട്ടി. ഈ 2 പത്രങ്ങൾക്കും വിവരങ്ങൾ ശേഖരിക്കുവാൻ അവരുടേതായിട്ടുള്ള രഹസ്യ വഴികൾ ഉണ്ടായിരുന്നു. ഈ സംഭവം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം 2 പത്രങ്ങളുടെയും 1-ാം പേജിൽ തന്നെ ഈ വാർത്ത അച്ചടിച്ചു വന്നു. മെയ് 11-ാം തീയതി പുറത്തു വന്ന വാർത്തകളിൽ ഈ സ്ത്രീയുടെ മരണം വളരെ ദുരൂഹമാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പത്രങ്ങൾ പുറത്തുവിട്ടു. അവൾ മരിച്ച വെറും 4 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ തിടുക്കപ്പെട്ട് മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു. എന്തിനത് ചെയ്യണം? അന്നും രാവിലെ ബീഹാർ എന്നത്തെയും പോലെ ഉണർന്നു. ആളുകൾ അവരുടെ ദൈനംദിന ജീവിതവുമായിട്ട് മുൻപോട്ട് പോയി. പക്ഷേ അന്നു മുതലാണ് പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും സുഖകരമായിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങിയത്. കാരണം മരണപ്പെട്ട ആ പെൺകുട്ടി വെറും ഒരു സാധാരണക്കാരി ആയിരുന്നില്ല. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന നേതാക്കന്മാർ നിരവധിയായിരുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ മുറിയുടെ വാതിലുകൾ അവൾക്ക് മുൻപിൽ എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ഒടുവിൽ അതേ സൗന്ദര്യം തന്നെയായിരുന്നു അവളുടെ അകാല മരണത്തിന് കാരണമായതും. അവളുടെ യഥാർത്ഥ പേര് ശ്വേത് നിഷ ബോബി ഏലിയാസ് ത്രിവേദി എന്നായിരുന്നു. പാറ്റ്നയിലെ എല്ലാവരും അവളെ ബോബി എന്നാണ് വിളിച്ചത്. ആ കാലഘട്ടത്തിൽ ശക്തരായിട്ടുള്ള നേതാക്കളും മന്ത്രിമാരും MLA-മാരും അവളുടെ ഒരു പുഞ്ചിരി കാണുവാനും അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും വേണ്ടി അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആളുകൾ പറയുന്നു. അവർ എപ്പോഴും അവളെ ചുറ്റിപ്പറ്റി നിന്നു. വ്യക്തമായ കാരണമൊന്നുമില്ലാതെ നേതാക്കൾ അവളുടെ വീട് സന്ദർശിക്കുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. അവളുടെ വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ നീണ്ട നിര കണ്ടാൽ മാത്രം മതിയായിരുന്നു അവൾ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് ആളുകൾക്ക് ഊഹിച്ചെടുക്കുവാൻ. ബോബിക്കെന്ന് വെറും 35 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആളുകൾ അവളെക്കുറിച്ച് സംസാരിക്കുന്ന രീതി കേട്ടാൽ അവളൊരു സിനിമാ താരമാണെന്നോ അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണെന്നോ അതുമല്ലെങ്കിൽ അധികാരത്തെയും സ്വാധീനത്തെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നോ തോന്നുമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബോബിയുടെ ശരീരം മോഹിച്ചു വന്ന ഉന്നതരായിട്ടുള്ള ആളുകൾ നിരവധിയായിരുന്നു. അവരിൽ പലരെയും അവൾ ചില ഫോട്ടോകളും അവർ അവൾക്ക് എഴുതിയ കത്തുകളും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ വരുതിക്ക് നിർത്തിയിരുന്നു. രാവിലെ മുതൽ ചെറിയ ചായക്കടകളടക്കം വൈകുന്നേരങ്ങളിൽ വഴിയോരങ്ങളിൽ നടക്കുന്ന ജനങ്ങളുടെ പരദൂഷണ കമ്മിറ്റികളിലും അവളുടെ പേര് മാത്രമാണ് ഉയരാറ്. എന്നാൽ ഒരു ദിവസം ഒരു രാത്രിയിൽ എല്ലാം മാറി മറിഞ്ഞു. ബോബി കൊല്ലപ്പെട്ടു. അവൾക്ക് 40-ലധികം MLA-മാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് പലരും പറയുന്നത്. ചിലരാവട്ടെ അവളെ ഉന്നതരായ പലരുടെയും കീപ്പ എന്ന് വിശേഷിപ്പിച്ചു. അവസാനം അവരിൽ പലർക്കും ഒരു ഭാരമായിട്ട് മാറി. അതുകൊണ്ടാണ് ബോബി കൊല്ലപ്പെട്ടത്. ഇത്തരത്തിലുള്ള നിരവധി കഥകളാണ് തെരുവിൽ ഉയർന്നത്. എന്നാൽ സത്യത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നും അവളുടെ മരണകാരണം എന്താണെന്നും ആർക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഒന്നും മാത്രം അറിയാം, ഇതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. കാരണം അതൊരു സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ അവളുടെ ജഡം വെറും 4 മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യുമായിരുന്നില്ല. അതൊരു സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ 2 വ്യത്യസ്ത മരണ സർട്ടിഫിക്കറ്റുകൾ അവൾക്കുണ്ടാകുമായിരുന്നില്ല. അതൊരു സാധാരണ മരണമായിരുന്നുവെങ്കിൽ 2 മന്ത്രിമാരും 40-ലധികം MLA-മാരും ചേർന്ന് ഈ കേസ് കുഴിച്ചു മൂടിയില്ലെങ്കിൽ തങ്ങൾ എതിർകക്ഷിയിൽ ചേർന്ന് സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ നാടകം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ. ആരാണ് അവളെ കൊന്നത്? എന്തിനു വേണ്ടിയാണത് ചെയ്തത്? അന്നത്തെ ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സണും കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിരുന്ന രാജേശ്വരി സരോജ് ദാസിന്റെ ദത്തുപുത്രിയായിരുന്നു ബോബി എന്ന ശ്വേത് നിഷ ത്രിവേദി. അവൾ ഒരിക്കൽ വിവാഹിതയായിരുന്നു. എന്നാൽ ആ വിവാഹബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ബന്ധം തകരുകയും അവൾ വിവാഹമോചനം നേടുകയും ചെയ്തു. ബോബിയുടെ മരണ വാർത്ത പത്രങ്ങളിൽ വന്ന നിമിഷം തന്നെ ആളുകളിൽ നിരവധി ചോദ്യങ്ങളുണ്ടായി. 100 കണക്കിന് സംശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. ഇത്രയും ശക്തിയും പ്രശസ്തിയുമായിട്ടുള്ളൊരു നേതാവിൻ്റെ മകൾക്ക് എങ്ങനെയാണ് ഇത്തരമൊരു ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിക്കുക? ആ ബംഗ്ലാവിലുള്ള ആരും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിനോടകം ഈ വാർത്ത ബീഹാർ മുഴുവനും കാട്ടുതീ പോലെ പടർന്നു. അന്നേ ദിവസം പാറ്റ്നയിലെ SSP കിഷോർ കുനാലും പത്രത്തിന്റെ 1-ാം പേജിലെ ഞെട്ടിക്കുന്ന തലക്കെട്ട് വായിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വേത് നിഷ ഒരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു. എല്ലാവർക്കും അവളുടെ മുഖവും പേരും സുപരിചിതമാണ്. അവൾ ആരാണെന്ന് SSPക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തെ ഞെട്ടിച്ച ചില കാര്യങ്ങൾ മനസ്സിലായത്. ശ്വേത് നിഷയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ഒരു പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നില്ല. എങ്ങും എവിടെയും ഒരു പരാതിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടോ ഫോൺ കോളോ ഒന്നും തന്നെ ഒരിടത്തും വന്നിട്ടുമില്ല.
ഈ ഒരു കാരണം കൊണ്ട് SSPക്ക് ചില സംശയങ്ങൾ തോന്നി. അദ്ദേഹം തന്റെ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഉത്തരവിട്ടു. എന്നിട്ട് ഈ കേസ് വ്യക്തിപരമായിട്ട് അന്വേഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. സത്യത്തിൽ ഇതൊരു ഡെഡ് എൻഡ് കേസായിരുന്നു. ശ്വേത് നിഷയുടെ ജഡം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ സ്ത്രീ എങ്ങനെയാണ് മരിച്ചതെന്നും അറിയില്ല. പോലീസ് റെക്കോർഡിൽ ഒരു FIR പോലും ഉണ്ടായിരുന്നില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മുഴുവൻ കേസും ഇപ്പോൾ പൂർണ്ണമായിട്ടും പോലീസ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ അന്വേഷിക്കണം. SSP കിഷോർ കുനാൽ ആദ്യം പോയി കണ്ട വ്യക്തി നിഷയുടെ അമ്മയും ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സണുമായ രാജേശ്വരി സരോജ് ദാസിനെ ആയിരുന്നു. അവരോട് നേരിട്ട് സംസാരിക്കുവാനായിട്ട് അദ്ദേഹം അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയി. ശ്വേത് നിഷ 1983 മെയ് 8 രാവിലെ മരിച്ചു എന്നാണ് രാജേശ്വരി സരോജ് ദാസ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഇതിനർത്ഥം ഇത് വളരെ ഗൗരവമേറിയ ഒരു കേസായിട്ട് മാറുന്നു എന്നാണ്. കാരണം അവളുടെ മരണവാർത്ത പത്രങ്ങളിൽ വരുന്നതിനും 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവൾ മരിച്ചിരുന്നു. അതുമാത്രവുമല്ല, അവൾ മരിച്ചതിന് ശേഷം യാതൊരു കാലതാമസവും ഇല്ലാതെ തൊട്ടടുത്തുള്ള ഒരു സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വഴിത്തിരിവാണ്. കാരണം അന്വേഷണത്തിന് ശക്തമായൊരു തുടക്കം അവർക്ക് ഒടുവിൽ ലഭിച്ചു. സ്വാഭാവികമായിട്ടും രാജേശ്വരി ദാസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കിഷോർ കുനാൽ ആഗ്രഹിച്ചു. കേസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം അവരോട് ചോദിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ സമയത്ത് അവർ അധികമൊന്നും അയാളോട് സംസാരിച്ചില്ല. തന്റെ മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലാണ് അവർ എപ്പോഴും കടുത്ത ദുഃഖത്തിലാണെന്ന് കിഷോറിന് തോന്നി. കിഷോർ കുനാലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും മുൻപോട്ട് പോകുവാൻ ആവശ്യമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചിരുന്നു. എങ്കിലും വൈകാതെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നു. ഈ കേസിൽ 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നിലവിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അതെ, ഒരേ ഒരു മൃതദേഹം, എന്നാൽ 2 വ്യത്യസ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. മാത്രവുമല്ല, 2 റിപ്പോർട്ടുകളും എഴുതിയത് 2 ഡോക്ടർമാരാണ്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വേത് നിഷയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് എഴുതിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ റിപ്പോർട്ടിൽ മരണകാരണം ആന്തരിക രക്തസ്രാവമാണെന്ന് പറയുന്നു. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും രക്തം സ്രവിക്കുന്നത്. ഇത് പലപ്പോഴും മരണത്തിന് കാരണമാകാറുണ്ട്. ഇത്തവണ പോലീസ് വലിയ ആശയക്കുഴപ്പത്തിലായി. ഏത് റിപ്പോർട്ടാണ് സത്യം, ഏതാണ് കള്ളം? ഒരു വ്യക്തിക്ക് എങ്ങനെ വ്യത്യസ്തമായ 2 മരണ കാരണങ്ങൾ ഉണ്ടാവും? ഈ വൈരുദ്ധ്യം കാരണം പോലീസ് ധീരമായൊരു തീരുമാനമെടുത്തു. ശ്വേത് നിഷയുടെ മൃതദേഹം സെമിത്തേരിയിൽ നിന്നും പുറത്തെടുക്കുവാനും ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം നടത്തുവാനും അവർ തീരുമാനിച്ചു. പോലീസിന് ഇപ്പോഴും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ നടപടിയിലൂടെ ഒടുവിൽ സത്യം പുറത്തു വരുമെന്ന് അവർ വിശ്വസിച്ചു. ഒരുപക്ഷെ ഡോക്ടർമാർ നേരത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവും. അത് കണ്ടെത്തിയാൽ അതുവഴി പുതിയൊരു സൂചന ലഭിക്കുകയും അത് ചിലപ്പോൾ ഈ കേസിന്റെ ഗതി തന്നെ മാറ്റുകയും ചെയ്തേക്കാം. അതിനുവേണ്ടി പോലീസ് പൂർണ്ണ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു. നിരവധി പേപ്പറുകൾ അവർ തയ്യാറാക്കി. പല അനുമതികളും ഈ നടപടിക്ക് ആവശ്യമായിരുന്നു. ഓരോ നിയമ നടപടികളും വളരെ ശ്രദ്ധയോടെ അവർ പിന്തുടർന്നു. ഒടുവിൽ മൃതദേഹം പുറത്തെടുക്കുവാൻ കോടതി അനുവാദം നൽകി. അവസാനം ശ്വേത് നിഷയുടെ ജഡം സെമിത്തേരിയിൽ നിന്നും പുറത്തെടുത്ത് മറ്റൊരു പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ പുതിയ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരുന്നത്. ഇത്തവണ കേസ് യഥാർത്ഥ പാതയിൽ മുൻപോട്ട് പോകുമെന്നും അവളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരുമെന്നും പോലീസ് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് പകരം ഈ റിപ്പോർട്ട് കേസിന്റെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ശ്വേത് നിഷ മരിച്ചത് ഹൃദയാഘാതം മൂലമല്ല, ആന്തരിക രക്തസ്രാവവുമല്ല അവളുടെ മരണകാരണം. അവളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം വിഷമായിരുന്നു. അതെ, വിഷം. ആ വിഷം മലാത്തിയോൺ ആണെന്ന് തിരിച്ചറിഞ്ഞു. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച നിമിഷം തന്നെ അന്വേഷണത്തിന് വ്യക്തമായിട്ടുള്ളൊരു വഴി തുറന്നു കിട്ടി. അതുവരെയും ഈ കേസിലെ സത്യം എവിടെയാണെന്ന് ഉറപ്പില്ലാതെ പോലീസ് എല്ലാ ദിശകളിലേക്കും ഉഴറുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷബാധയാണെന്ന് വ്യക്തമായപ്പോൾ SSPക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതൊരു അപകടമല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ്. ആ നിമിഷം മുതൽ അന്വേഷണം ഒന്നാകെ ദിശ മാറി. ഈ കാഴ്ചപ്പാടോടെ അവർ മുൻപോട്ട് പോയി. തുടർന്ന് സർക്കാർ ബംഗ്ലാവിലെത്തിയ പോലീസ് അവിടെയുള്ള മുക്കിലും മൂലയിലും പരിശോധന നടത്തി. ശ്വേത് നിഷയുടെ മുറി ഉൾപ്പെടെ ഓരോ മുറിയും അവർ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഈ പരിശോധനയ്ക്കിടയിൽ ആ വളപ്പിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഔട്ട് ഹൗസിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു. 2 ചെറുപ്പക്കാർ അപ്പോഴും അവിടെ താമസിച്ചിരുന്നു. അവരുടെ നേർക്ക് അന്വേഷണം നീണ്ടു. പോലീസിനെ കണ്ടതും അവർ വല്ലാതെ പരിഭ്രാന്തരായി. അവരെ ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിച്ചു. ആ 2 പേരും പോലീസിനോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വെളിപ്പെടുത്തി. അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അത്. മെയ് 7 വൈകുന്നേരം രഘുവർജ എന്ന ഒരാൾ ശ്വേത് നിഷയെ കാണുവാനായിട്ട് വന്നിരുന്നു എന്നവർ പറഞ്ഞു. തങ്ങളത് കണ്ടതാണ്. ഈ രഘുവർജ വെറും ഒരു സാധാരണക്കാരനായിരുന്നില്ല. അയാൾ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അക്കാലത്ത് ബീഹാറിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ രാധാനന്ദൻ ഝായുടെ മകനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അയാളുടെ പേര് പെട്ടെന്ന് ഉയർന്നു വന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയത് പിടിച്ചുപറ്റി. രഘുവർജ അന്ന് ഇവിടെ വന്നപ്പോൾ ചില സാധനങ്ങളും കൂടെ കൊണ്ടുവന്നിരുന്നുവെന്ന് 2 ചെറുപ്പക്കാരും പറഞ്ഞു.
എന്നാൽ അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. രഘുവർജ വീട്ടിലേക്ക് കയറി പോകുന്നത് മാത്രം തങ്ങൾ കണ്ടു. ഇത്രയുമാണ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ. മെയ് 7-നും 8-നും ഇടയിലുള്ള ആ രാത്രിയിൽ, അതായത് കൃത്യം 8:18 ആ ബംഗ്ലാവിൽ നിന്നും അവശയായ നിലയിൽ ശ്വേറ്റ്നിഷയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ദുഃഖകരമെന്ന് പറയട്ടെ, അവളുടെ ജീവൻ നിലനിർത്തുവാനായില്ല. പുലർച്ചെ ഏകദേശം 4 മണിയോടെ അവൾ മരണത്തിന് കീഴടങ്ങി. അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി അവർ വെളിപ്പെടുത്തി. ഉടനടി തിടുക്കപ്പെട്ട് എല്ലാവരും ചേർന്ന് ശ്വേറ്റ്നിഷയുടെ പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് തന്നെ നടത്തി. തൊട്ടു പിന്നാലെ ജഡം വേഗത്തിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇത്രയും ശക്തനായ ഒരു നേതാവിന്റെ മകന്റെ പേര് ഈ കേസിൽ ഉയർന്നതും പോലീസും ഞെട്ടിപ്പോയി. വൈകാതെ ഈ വാർത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു ചാടി. ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത എത്തിയതും ഒരു കൊടുങ്കാറ്റ് പോലെ അത് ആഞ്ഞടിച്ചു. അതോടെ പല നേതാക്കളും അസ്വസ്ഥരായി. ആ 2 ചെറുപ്പക്കാർ പോലീസിനോട് വേറെ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇതോർത്ത് അവരിൽ പലരും ആശങ്കപ്പെടുവാൻ തുടങ്ങി. ദിവസങ്ങൾ മുൻപോട്ട് പോകവേ കുറച്ചായിട്ട് ചില സത്യങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങി. ഇതൊരു സാധാരണ മരണമല്ലെന്ന് പോലീസിന് മനസ്സിലായി. മറഞ്ഞിരിക്കുന്ന നിരവധി രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അത് ചിലപ്പോൾ വലിയൊരു അഴിമതിയുടെ ആവാം. അതേ സമയത്തെ SSP കിഷോർ കുനാലിന് മേലുള്ള സമ്മർദ്ദവും വളരെ വേഗത്തിൽ വർദ്ധിച്ചു. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയോ ആരുടെയും സ്വാധീനത്തിന് നിന്നു കൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല. 100% സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഈ സാഹചര്യത്തിലും കിഷോർ കുനാൽ തന്റെ കടമയിൽ ഉറച്ചു നിൽക്കുകയും അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് മിശ്രയ്ക്ക് പെട്ടെന്ന് ഉയർന്നു വന്ന വിവാദ കൊടുങ്കാറ്റിനെ ശരിയായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായി. ഒരു ദിവസം അദ്ദേഹം കിഷോർ കുനാലിനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിപ്പിച്ചു. അദ്ദേഹത്തോട് മന്ത്രി വളരെ ഗൗരവത്തോടെ ലളിതവും എന്നാൽ ആഴമേറിയതുമായൊരു ചോദ്യം ചോദിച്ചു. ശരിക്കും എന്താണ് ഈ കേസ്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ചർച്ചാ വിഷയമായിട്ട് മാറിയത്? അതോടൊപ്പം ഈ വിഷയം താൻ തൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തു കൊള്ളാമെന്നും അതിനെക്കുറിച്ച് നിങ്ങളധികം വേവലാതിപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് കിഷോർ കുനാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടി പിന്നീട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതിങ്ങനെയായിരുന്നു. വളരെ ശാന്തനായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു: സാർ, ഈ കേസിൽ താങ്കളുടെ പ്രതിച്ഛായയ്ക്ക് ഇതുവരെയും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയുമില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആരും താങ്കളുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടുമില്ല. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഇതൊരു സാധാരണ കേസല്ല. ഇതൊരു തീയാണ്, എരിയുന്ന അഗ്നിജ്വാലയാണ്. ഇതിൽ നിന്നും അങ്ങ് വിട്ടുനിൽക്കുക. ഇതിൽ കൈ കടത്തുവാനായിട്ട് ശ്രമിച്ചാൽ താങ്കളുടെ കൈകളും പൊള്ളും. ഈ മറുപടി കേട്ടതിന് ശേഷം മുഖ്യമന്ത്രി അല്പസമയം യാതൊരു പ്രതികരണവും നടത്തിയില്ലെന്ന് കിഷോർ കുനാൽ പിന്നീട് പറഞ്ഞു. അദ്ദേഹം തന്നോട് പുറത്തേക്ക് പോകുക മാത്രമാണ് പറഞ്ഞത്. ആ സമയമായപ്പോഴേക്കും അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായിരുന്നു. തന്റെ മകളുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് കോടതിയിൽ സംസാരിക്കുവാനായിട്ട് രാജേശ്വരി സരോജ്ദാസും തയ്യാറായിരുന്നു. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് അരയും തലയും മുറുക്കി കാത്തിരുന്നു. അവർക്ക് ഒരു ഉത്തരവ് കിട്ടിയാൽ മാത്രം മതി. കാരണം പ്രതിയെ അവർ ഇതിനോടകം കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്ന വലിയൊരു അഴിമതി കഥ പുറത്തു വരുവാൻ പോവുകയായിരുന്നു. പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ അതുവഴി പുറത്തേക്ക് വരുമായിരുന്നു. എന്നാൽ കൃത്യം ആ സമയത്ത് ഭരണകക്ഷിയിലെ 4 ഡസനോളം വരുന്ന MLA-മാരും 2-3 മന്ത്രിമാരും ചേർന്ന് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ കാണുവാൻ പോയി. പാറ്റ്ന പോലീസിനെ എത്രയും വേഗം ഈ കേസിൽ നിന്നും മാറ്റണമെന്നും അന്വേഷണം ഉടനടി CBIക്ക് കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതോടെ മുഖ്യമന്ത്രി കടുത്ത സമ്മർദ്ദത്തിലായി. സർക്കാരുമായിട്ട് ബന്ധമുള്ള നിരവധി പ്രമുഖരും സ്വാധീനമുള്ളവരുമായ വ്യക്തികൾക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സർക്കാർ തന്നെ നിലം പൊത്തുമോ എന്ന ഭയവും അദ്ദേഹത്തിനുണ്ടായി. വരുവാൻ പോകുന്നത് വലിയൊരു അപകടമാണ്. മന്ത്രിസഭ താഴെ വീഴുവാനായിട്ട് വലിയ താമസമില്ല. ഈ സമ്മർദ്ദവും ഭയവും കാരണം ഒടുവിൽ 1983 മെയ് 25-ന് ഈ കേസ് CBIക്ക് കൈമാറി. ഇനി ഈ കേസിലെ സമയക്രമം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. മെയ് 8-ന് രാവിലെയോടെ ശ്വേറ്റ്നിഷ മരിച്ചു. മെയ് 11-ന് പത്രങ്ങളിൽ വാർത്ത വന്നു. ഒപ്പം മെയ് 25-ന് കേസ് CBIക്ക് കൈമാറുകയും ചെയ്തു. ഇതിനർത്ഥം വെറും 14 മുതൽ 15 ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസ് പുറത്തു വരികയും CBIക്ക് കൈമാറുകയും ചെയ്തു എന്നാണ്. പാറ്റ്ന പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും പ്രതികളിലേക്ക് ഏറെക്കുറെ എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അതുണ്ടായത്. ഈ കേസ് ശക്തരായിട്ടുള്ള ചില ആളുകളെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാമെന്ന ഒറ്റ കാരണത്താൽ പാറ്റ്ന പോലീസിൽ നിന്ന് CBIക്ക് കൈമാറി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അക്കാലത്ത് പ്രതിപക്ഷം എവിടെയായിരുന്നു എന്ന്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ മൗനം പാലിച്ചത് എന്ന്. ഇത്രയും വലിയൊരു കേസ് എല്ലാവരുടെയും കൺമുൻപിൽ വെച്ച് ഒതുക്കി തീർക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് ആരും പ്രതിഷേധിച്ചില്ല? സത്യം എന്താണെന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും സർക്കാരിന്റെ ഒപ്പം നിൽക്കുകയും പോലീസ് അന്വേഷണം നടത്തുന്ന രീതിയെക്കുറിച്ച് അവർക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു ചെയ്തത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഭരണത്തിൽ ഇരിക്കുന്നവർക്കും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഈ കേസിന്റെ പൂർണ്ണ സത്യം പുറത്തു വന്നാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുവാനുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഈ കേസ് ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ CBI ഏറ്റെടുത്തു.
ബീഹാർ സർക്കാരിലെ മന്ത്രിമാരെക്കാളും കോൺഗ്രസ് നേതാക്കളെക്കാളും ഒരുപടി മുൻപിലാണ് CBI സഞ്ചരിച്ചത്. ഈ കേസ് ബീഹാറിലെ പാറ്റ്നയിലാണ് നടന്നത്. അവിടെ വെച്ചാണ് ഷേഖ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം CBI ഒരിക്കലും അവിടേക്ക് പോയില്ല. കേസ് അന്വേഷിക്കാനായിട്ട് ഒരു CBI ഓഫീസർ പോലും പാറ്റ്ന സന്ദർശിച്ചില്ല. പകരം അവർ ഡൽഹിയിലെ തങ്ങളുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഒരു കഥ മെനഞ്ഞെടുത്തു. ആരെയും അമ്പരപ്പിക്കുന്ന അവിശ്വസനീയമായിട്ടുള്ളൊരു കഥ. തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് CBI അതിശയിപ്പിക്കുന്നൊരു വാദം മുൻപോട്ട് വെച്ചു. ഈ കേസ് മറ്റാരെങ്കിലും ചെയ്ത കുറ്റകൃത്യമല്ല, ഇതൊരു ആത്മഹത്യയാണ്. ഷേഖ് അമിതമായിട്ട് ഉറക്ക ഗുളികകൾ കഴിച്ചു, അതാണ് മരണകാരണം. അവൾക്ക് ഒരു യുവാവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അയാളെ വിവാഹം കഴിക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു. ആ വിവാഹം നടക്കാതെ വന്നപ്പോൾ അവൾ വല്ലാതെ അസ്വസ്ഥയായി. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. CBIയുടെ കാഴ്ചപ്പാടിൽ നിരാശ നിറഞ്ഞ വൈകാരിക അവസ്ഥയിലാണ് അവൾ ഉറക്ക ഗുളിക കഴിച്ച ജീവിതം അവസാനിപ്പിച്ചത്. അതിനുവേണ്ടി അവൾ മരിക്കുന്ന അന്ന് ഒരു ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ നിന്നുമാണ് ഉറക്ക ഗുളികകൾ വാങ്ങിയത്. ഇതിന് തെളിവുമുണ്ട്. CBIയുടെ ആ കണ്ടെത്തൽ ശരിയായിരുന്നു. എന്നാൽ അതിലൊരു തിരുത്തുണ്ട്. അന്നൊരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം ഷേഖ് വയറിന് അസ്വസ്ഥതയുണ്ടായി. അതിന് മരുന്ന് വാങ്ങുവാനാണ് അവൾ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ നിന്നും നൽകിയ മരുന്നുകൾ ഒരിക്കലും മരണകാരണമാകുമായിരുന്നില്ല. അതുമാത്രമല്ല, CBI ഒരു എഴുത്തും കോടതിയിൽ ഹാജരാക്കി. മരണത്തിന് മുൻപ് ഷേഖ് എഴുതിയ ആത്മഹത്യാ കുറിപ്പാണിതെന്ന് അവർ പറഞ്ഞു. അവളുടെ വളർത്തമ്മ അത് മറച്ചു വെക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ തങ്ങളത് കണ്ടുപിടിച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടത്. ഈ ലെറ്റർ ജനങ്ങളെ ഞെട്ടിച്ചു. ക്രൈം നടന്ന സ്ഥലത്ത് ഒരിക്കൽ പോലും വരാത്ത CBIക്ക് എങ്ങനെ ഈ ലെറ്റർ കിട്ടി? അതിൽ നിന്നും ഇതവർ മുൻകൂട്ടി തയ്യാറാക്കിയ വ്യാജ ലെറ്ററാണെന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, തുടക്കം മുതൽ ലോക്കൽ പോലീസ് ഈ കേസ് വളരെ ആഴത്തിൽ അന്വേഷിച്ചതാണ്. അന്ന് അവർക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിരുന്നില്ല. വിചിത്രമെന്ന് പറയാം, ഒരിക്കൽ പോലും പാറ്റ്ന സന്ദർശിക്കാത്ത CBI എങ്ങനെയോ ഈ ലെറ്റർ കൈവശപ്പെടുത്തി. എന്നിട്ട് അതൊരു തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരിടത്തും ബോബിക്ക് ഒരു കാമുകനുള്ളതായിട്ട് എവിടെയും പറഞ്ഞിരുന്നില്ല. അവൾക്ക് ആരോടെങ്കിലും ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നുവെന്നോ ആരെയെങ്കിലും വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നുവെന്നോ തെളിയിക്കുന്ന യാതൊരു തെളിവോ അതുപോലെ മൊഴിയോ സൂചനയോ ഒരിക്കലും ഒരിടത്തു നിന്നും കിട്ടിയിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോറൻസിക് ലബോറട്ടറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെതിരായിട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചു. CBI പറഞ്ഞ പേരുള്ള ഉറക്ക ഗുളികയുടെ യാതൊരു ലക്ഷണവും ബോബിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു. പകരം ഒരു രാസവിഷത്തിന്റെ അംശമാണ് അവർക്ക് കിട്ടിയത്. ഇതെല്ലാം CBI മെനഞ്ഞ കള്ളക്കഥയെ പൊളിക്കുന്ന സയന്റിഫിക് എവിഡൻസുകളാണ്. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഇതിനും CBIയുടെ പക്കൽ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കുമെന്ന് അവർ പറഞ്ഞു. തങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥ സത്യമെന്ന് അവർ അവകാശപ്പെട്ടു. ഒടുവിൽ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ ആഗ്രഹിച്ചത് എന്താണോ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. CBI തങ്ങളുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. മന്ത്രിയുടെ മകനായ രഘുവരൻ ഛായയുടെ പേര് ഒരിടത്തും ഉയർന്നില്ല. ഗുരുതരമായിട്ടുള്ള പല ചോദ്യങ്ങളും ഈ കേസിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. നിയമസഭയിലെ ടൈപ്പിസ്റ്റ് മാത്രമായ വെറും ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ സ്വയം പ്രതിരോധിക്കുവാനായിട്ട് ഒരു സർക്കാർ മുഴുവനും എന്തിനാണ് മുൻപോട്ട് വന്നത്? പ്രതിപക്ഷം വരെ വായി മൂടിയിരുന്നത് എന്തിനാണ്? SSP കിഷോർ കുനാലിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? അതുപോലെ CBI മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥ എങ്ങനെയാണ് സത്യമാണെന്ന് കോടതി അംഗീകരിച്ചത്? ഈ കേസ് ഫയൽ അടച്ചിട്ട് ഇപ്പോൾ വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾക്ക് സത്യം അറിയണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ആ സത്യം ഒരിക്കലും പുറത്തു വരാത്ത വിധം ഭദ്രമായിട്ട് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആരായിരുന്നു ബോബിയെ കൊന്നതിന് പിന്നിൽ? അവർക്കതിലുള്ള ലാഭം എന്താണ്? എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിരുന്നു? ഒരു പക്ഷേ വലിയൊരു അഴിമതി പുറം ലോകം കാണാതിരിക്കുവാനായിരിക്കുമോ അവൾ കൊല്ലപ്പെട്ടത്? ഈ ചോദ്യത്തിനെല്ലാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആ സത്യം നമ്മൾ ഒരിക്കലും അറിയില്ല. ചുമ്മാ മഞ്ഞുകൊണ്ടിരിക്കണ്ട, നമ്മൾ ആരും അത് അറിയാൻ പോകുന്നില്ല. ബോബി കൊലക്കേസ് ബീഹാർ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ഭൂകമ്പം ചെറുതായിരുന്നില്ല. ഈ സംഭവം പുറത്തു വന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷം 1983 ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ബീഹാറിലെ മാധ്യമങ്ങളും ജനങ്ങളും ഭരണകൂടത്തിനെതിരെ തിരിയുവാനായിട്ട് ഇത് വലിയൊരു കാരണമായിട്ട് മാറി. ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ച IPS ഓഫീസർ കിഷോർ കുനാൽ കഴിഞ്ഞ 2024 അന്തരിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഹൈപ്പ് മറക്കരുത്. മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം.